എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ഒരു എഗ് ബജ്ജിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സ്റ്റഫിംഗ് ഉള്ള ഒരു ബജ്ജിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അത്ര മുട്ട പുഴുങ്ങി എടുത്ത് വെക്കാം. ഇനി ഇതിന് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്റ്റഫിങ്, അതായത് ചമ്മന്തി വെച്ചിട്ടുള്ള ഒരു സ്റ്റഫിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, മല്ലിയില, പുതിനയില, എരിവിനനുസരിച്ച് പച്ചമുളക്, ചെറിയ ഒരു നാരങ്ങ, കുറച്ച് ഇഞ്ചി, ഇത്ര എടുത്തിട്ട് നല്ലപോലെ ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഓരോ മുട്ടയും 2 പീസായിട്ട് മുറിച്ചെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഓരോ മുട്ടയും നമ്മൾ കവർ ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് കവർ ചെയ്യേണ്ട, എന്താ ഈ ഒരു മുകൾ വശം മാത്രം നല്ല പോലെ അമർത്തി കൊടുക്കുക. കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ചമ്മന്തി ചാടിപ്പോരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നല്ല പോലെ കറക്റ്റ് കൈകൊണ്ട് അമർത്തി സെറ്റാക്കി വെക്കുക. ദാ ഇതേമാതിരി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് റെഡിയായി. ഇതേ രീതിയിൽ നമ്മൾ കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മുക്കി പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കടലമാവാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും, അതുപോലെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ. ഇനി അതിന് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാലോ, മുട്ടയാണ് നമ്മൾ മുക്കിയെടുക്കാൻ പോകുന്നത്. അന്നേരം മുട്ടയിൽ പിടിക്കണമെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ബാറ്റർ വേണം. കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടല്ലോ, ബാറ്റർ നല്ലോണം ശ്രദ്ധിക്കുക, തിക്കായിട്ടുള്ള ബാറ്റർ വേണം. ഇനി നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോ മുട്ടയും ഇതേപോലെ മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക. അപ്പോൾ ബാറ്റർ ലൂസാണെങ്കിൽ മുട്ടയിൽ അത് നിൽക്കില്ല. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. വേറെ ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല. ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റാണ്. സാധാരണ കഴിക്കുന്ന ബജിയേക്കാളും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.